നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മൾ ഒരു കാര്യം പറയാതെ പ്രധാന ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് കേരളത്തിലുണ്ടായ ഒരു സംഭവം കൂടെ നമ്മളൊന്ന് പറയേണ്ടത്. വാർത്താലോ ഈ നമ്മള് പല വാർത്തകളും നമ്മൾ കേട്ട് ഞെട്ടിത്തെരിക്കുന്നു പറയുമെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. നമ്മൾ എങ്ങനെ ഇത് ഉൾക്കൊള്ളുമെന്ന് അറിയില്ല. കാരണം നമുക്കറിയാം എല്ലാവരും അച്ഛനമ്മമാരാണ്. അപ്പോൾ പലർക്കും അറിയാം ആ ഒരു വികാരം എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റില്ല. കാരണം ഒരു കുട്ടിയെ, അതായത് നവജാത ശിശുവിനെ താഴോട്ട് എറിഞ്ഞു പോലും അത് ആലോചിക്കാൻ പോലും വയ്യ നമുക്കത്. ആ പറഞ്ഞ ആ ഫ്ലാറ്റിൻ്റെ അടുത്ത് ഞാൻ കുറച്ചു കാലം നമ്മൾ ഒരു ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ആ ഫ്ലാറ്റ് എനിക്കറിയാം. അത് നല്ല ഹൈറ്റ് പരമ്പള്ളി നഗറിൽ, എറണാകുളത്ത് ഒരുപക്ഷെ ഏറ്റവും ഒരു ആഡംബര സ്ഥലങ്ങളിലൊന്നാണ് പരമ്പള്ളി നഗർ. ഏറ്റവും പ്രമുഖരായ ആളുകളൊക്കെ താമസിക്കുക. മുമ്പ് മമ്മൂട്ടി താമസിച്ചിരുന്ന ഇപ്പോൾ അദ്ദേഹം മാറി ഒരുപാട് പ്രമുഖർ അവിടെ താമസിച്ചിട്ടുണ്ട്, ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും കൊച്ചിയിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ ഒന്നാണ്. മാത്രമല്ല ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ പിന്നെ പരമ്പള്ളി നഗറിലുണ്ട്, സർക്കാരിൻ്റെയും അല്ലാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെ. അങ്ങനെയുള്ളൊരു വലിയ തിരക്കുള്ള സ്ഥലമാണ് പരമ്പള്ളി നഗർ. അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ള വലിയ അത്ഭുതം. അത് രാവിലെ 7 മണിക്ക് ശേഷമാണ് ഈ അപകടം ദുരന്തം നടന്നത്. ഇത് കേൾക്കുമ്പോൾ ഇപ്പം കൃത്യമായിട്ടൊരു ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടൊരു കാര്യങ്ങൾ പുറത്തു വരില്ല. കാരണം എനിക്കൊന്ന് ആ സ്ത്രീക്ക് ഇനി പൂർണ്ണമായിട്ട്, യുവതി എന്ന് പറയാം, അത് പൂർണ്ണമായിട്ടും എനിക്കൊന്ന് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് വന്നപ്പോൾ മാത്രമേ പറ്റുള്ളൂ എന്ന് തോന്നുള്ളൂ. ഇത് ലക്ഷ്യസ്ഥാനം തൊട്ടപ്പുറത്തെ കൂനരെന്തോ ആയിരുന്നു. പക്ഷേ എയറിൽ, കാരണം ഗർഭം ഉടനെ കഴിഞ്ഞു, പ്രസവം ഉടനെ കഴിഞ്ഞുകൊണ്ടുള്ള ചോർന്ന ആരോഗ്യമില്ലാത്തതുകൊണ്ട് നേരെ കൃത്യസ്ഥാനത്ത് എത്തിയതുമില്ല. അങ്ങനെ ഈ രീതിയിലൊക്കെയുള്ള നമ്മൾ ഈ വാർത്തകൾ, ഇങ്ങനത്തെ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വല്ലാതെ നമ്മളെ ഞാനിന്ന് ഈ വാർത്ത കണ്ടപ്പോൾ നമ്മളോട് കൂടെ പറയായിരുന്നു, നമ്മൾ പലപ്പോഴും ചില വാർത്തകൾ പെട്ടെന്ന് കാണുമ്പോഴേ, നമ്മൾ തലക്കെട്ട് കാണുമ്പോഴേ നമുക്ക് തോന്നുന്നത് കേരളത്തിലല്ല എന്ന്. പക്ഷേ നമ്മൾ താഴോട്ട് വാർത്ത സ്ഥലം കാണുമ്പോൾ, നമുക്ക് ഡേറ്റിലെ കാണുമ്പോൾ കേരളമാണ്. നമുക്ക് അത്ഭുതമാണത് കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുക എന്നുള്ളത്. ഉത്തരേന്ത്യയിൽ നമ്മൾ ഇതൊക്കെ വെച്ച് ഉയർത്തിക്കാട്ടി നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് കേരളത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കും. സമ്പൂർണ്ണ സാക്ഷരത നേടിയ വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരുപാട് വളരെ നീറ്റായി വൃത്തിയായി വെളുപ്പമുള്ള ആൾ ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൊച്ചിൻ്റെ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്, നിയമ നടപടി, ഇനി ഒരുപാട് വിഷയങ്ങളല്ലേ. എന്തായാലും അതിന്റെ സത്യാവസ്ഥ വരും വരെ നമുക്ക് ഇതിനെക്കുറിച്ച് അധികം പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് തീർച്ചയായും. ഇന്ന് കേരളം ഞെട്ടിയതാണ് ആ വാർത്ത. ആദ്യം വാർത്ത വരുമ്പോൾ നമ്മൾ ആരും പെട്ടെന്ന് അത്ര കൊണ്ട് ശ്രദ്ധിച്ചില്ല. ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു അപകടാവസ്ഥ മനസ്സിലായത്. അത് കുഞ്ഞിൻ്റെ ബോഡി കിട്ടിയെന്നുള്ളതായിരുന്നു ആദ്യം. അത് പിന്നീടാണ് ഇത് ഇറങ്ങുന്നുള്ളതും ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വന്നത്. നമ്മൾ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളെ കേരളം ശരിക്കും ഞെട്ടിയ ദിവസമാണ്. ലോകമെമ്പാടുള്ള മലയാളികളിൽ നിന്ന് ശരിക്കും ഞെട്ടിക്കാണും. അപ്പോൾ നമ്മളിനി നമ്മുടെ എന്താണ് ലൂസ് ടോക്കിൻ്റെ മുഖ്യ ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുന്നത് എന്താണെന്നറിയാം. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ അലയിൽ കഴിഞ്ഞെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ കേരളത്തിലെ ഒരു ഭാഗം മാത്രം കഴിഞ്ഞെങ്കിലും ഒരുപാട് സ്റ്റേറ്റ് ഉണ്ട്, ഇനിയുണ്ട്. അപ്പം അതിലേക്കാണ് കടക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കിയ, മാത്രമല്ല എനിക്കൊന്ന് രാജ്യം എല്ലാം ഉറ്റുനോക്കിയ 2 മണ്ഡലമായിരുന്നു, അമേഠി, റായ്ബറേലി. അങ്ങനെ അവിടേക്ക് ആര്, പ്രിയങ്കയോ രാഹുലോ പ്രിയങ്കയോ, അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകൾ വന്നിരുന്നു. അതോ അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാവോ, പുതിയ അപ്രതീക്ഷിത എൻട്രി ഉണ്ടാവുക, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അമേഠിയിലും 2 ആയിട്ടുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വന്നു. അവിടെ പ്രിയങ്ക വരുമെന്ന് കരുതി രാഹുൽ ഗാന്ധി അവിടെ വന്നു. അമേഠിയിൽ രാഹുൽ ഗാന്ധി വരുമെന്ന് പറഞ്ഞിടത്ത് കിഷോരി ലാൽ ശർമ്മയും വന്നു. അങ്ങനെ വലിയൊരു ട്വിസ്റ്റ് തന്നെ അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ കേരളത്തിലുള്ളവർക്കും നമ്മൾ ചിന്തിക്കണം. അതാണ് ഇവിടെ നമ്മള് നാഷണൽ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുമെങ്കിലും കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം എല്ലാവരും കേരളത്തിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ മുഖം വെച്ചാണ് ഇത്രയും പ്രചാരണം നടത്തിയതെല്ലാം നടന്നത്. പക്ഷെ ആ രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട് കൈവിട്ട് പോകുമോ? കാരണം ജയിക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്, 100% ഉറപ്പാണ് രാഹുൽ ഗാന്ധി വയനാട് ജയിക്കും. സംശയമാണ്. അത് അതിന് എതിർ സ്ഥാനാർത്ഥികൾക്ക് പോലും അക്കാര്യം സംശയമാണ്. കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 4 ലക്ഷം അത്ര ലക്ഷങ്ങളായിരുന്നു. അപ്പൊ അത് ഒത്തിരി കുറഞ്ഞാലും അദ്ദേഹം ജയിച്ചിരിക്കും. എന്തായാലും ആര് മത്സരിച്ചാലും അവിടെ ജയിക്കും, കോൺഗ്രസ് ജയിക്കും എന്നുള്ള രീതിയിൽ വന്ന സ്ഥിതിക്കാണ് അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. മാത്രമല്ല അവിടെ അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ വെല്ലുവിളിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇറങ്ങി വാന്നുള്ള ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൈവിട്ട് രാഹുൽ ഗാന്ധി നേരെ റായ്ബറേലിക്ക് ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഇനി ജയിച്ചു കഴിഞ്ഞാൽ വയനാട് ജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. റായ്ബറേലിയിൽ ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ വയനാടിനെ കൈവിട്ട് പോകും. അത് മാത്രമല്ല അതിനുശേഷം വീണ്ടും ഒരു ഇലക്ഷൻ വരുന്നു. വീണ്ടും ഇതേപോലെ തന്നെ ആൾക്കാർ ക്യൂ നിൽക്കണം, ഇതിന് ഇലക്ഷന് വേണ്ടി ക്യൂ നിൽക്കണം. ഇത് സഹിക്കാൻ പോകുന്നത് അവർ തന്നെ. ഇനിയും വേണ്ടി മറ്റേ പ്രചരണവും ബഹളവും മേളവും ചെലവുകളും അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടെ. എൻ്റെ ഒരു ചോദ്യം ഇത് എന്തിന് എന്നാണ്. ഇതെന്തിനാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധി ഇത് ചെയ്യുന്നത്? ഇന്ത്യയിലെ രാഷ്ട്രീയത ആവണമെങ്കിൽ വടക്കേന്ത്യയിൽ നിന്ന് ജയിച്ച് വന്നാലേ രാഷ്ട്രീയത ആവുമെന്നൊന്നുമില്ല. അതെ,
തെക്കേന്ത്യ ജയിച്ചതും നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട്. അദ്ദേഹം പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. വേറെ ആരെല്ലാമുണ്ട്, തെക്കേന്ത്യയിൽ എത്രയോ പ്രഗത്ഭരായ നേതാക്കളുണ്ട്. ഇത് വളരെ വിചിത്രമാണ് ഈ കാര്യം, ഈ ഒരു രീതി. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു പഴയ ചരിത്രം നോക്കാം. ഇന്ദിരാഗാന്ധി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയാണ്. അപ്പം അവർ 1977 ഈ ദയനീയമായ പരാജയത്തെ തുടർന്ന് 80 വീണ്ടും അവർക്ക് ഭരണം കിട്ടാനുള്ള ആ ഇലക്ഷൻ നടന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്കൊന്നും അന്ന് അവർ കൂടെ നിന്നവർക്ക് ആത്മവിശ്വാസം പോരായിരുന്നിരിക്കാം. അവർ റായ്ബറേലിയിൽ വീണ്ടും മത്സരിച്ചു. റായ്ബറേലിലാണ് തോറ്റത് 77. എന്നിട്ട് ഒപ്പം ആന്ധ്രാപ്രദേശിലെ മേഡക് എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട്, അവിടെയും കൂടെ മത്സരിച്ചു. തെക്കേ ഇന്ത്യ സേഫാണ്. തെക്കേ ഇന്ത്യ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർക്കാരും ഈ വടക്കേ ഇന്ത്യ അനിശ്ചിതമാണ്. ഇന്ദിരാഗാന്ധി രണ്ടിടത്തും ജയിച്ചു. ഇന്ദിരാഗാന്ധി ആദ്യം ചെയ്തത് മേഡക് അങ്ങ് രാജിവെച്ചു. എന്നിട്ട് റായ്ബറേലി മാത്രമായി. പിന്നെ മേഡക്കിൽ ബൈ ഇലക്ഷൻ വീണ്ടും നടത്തേണ്ടത്. സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ വന്നപ്പം അവർ റായ്ബറേലി മത്സരിച്ചു, ഒപ്പം ബെല്ലാരിയിൽ മത്സരിച്ചു. സുഷമ സ്വരാജായിരുന്നു തോന്നുന്നു അന്ന് അവരുടെ ഏത് സ്ഥാനാർത്ഥിയാണ്. രണ്ടിടത്തും ജയിച്ചു. റായ്ബറേലി സ്വീകരിച്ചു, ബെല്ലാരിയും കളഞ്ഞു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ അമേഠിയിലും വയനാട്ടിലും കൂടെ മത്സരിച്ചു. അമേഠി തോറ്റു, വയനാട് ജയിച്ചു. തോറ്റില്ലെങ്കിൽ എന്തായാലും അവിടെ തന്നെ പോയാൽ അതെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം വയനാട് ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് സാന്നിധ്യമൊന്നും ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു MP എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പാർലമെൻറ്റ് അറ്റൻഡൻസ് വരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ ഇത് വയനാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അവിടുത്തെ വോട്ടർമാരോടുള്ള. കാരണം അതെല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തീരുമാനം മാറ്റി അപ്പുറത്തും കൂടെ ഞാൻ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അതല്ല ഇത് നേരെ തീരുമാനിച്ചിരുന്ന കാര്യമായിരിക്കും. എന്തായാലും ആയിരിക്കും. കാരണം നേരത്തെ ഈ ഒരു ഇത് ഔട്ട് ആയിരുന്നെങ്കിലും എന്തായാലും വയനാടൻ ജനങ്ങൾ എന്തായാലും വേറെ ചിന്തിക്കും. കാരണം ഇവിടെ രാജിവെച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യണത്? മാത്രമല്ല ഇത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവസാനം വരെ അവർ പ്രചരണ ആയുധം ആക്കിയ കാര്യമാണ്. രാഹുൽ ഗാന്ധി നിങ്ങളെ അവസാനം കണങ്ങിട്ട് പോകും, വേറെ സ്ഥാനാർത്ഥി, ഇതൊക്കെ വലിയ രീതിയിൽ അവർ പ്രചരണ ആയുധമാക്കിയൊരു വിഷയം കൂടിയാണ്. എന്നിട്ടും ജനങ്ങൾ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയിലേക്ക് വിശ്വസിക്കണം. പക്ഷേ അതിന്റെ ഫലം വന്നിട്ട് നമുക്ക് അതിന് പറയാം. അല്ലെങ്കിൽ ശരി, ഓക്കെ, രാഹുൽ ഗാന്ധി മത്സരിക്കും, ഞാൻ വടക്കേന്ത്യയിലൂടെ മത്സരിച്ച് ഞാൻ മഹാനാണെന്ന് കാണിക്കാം എന്നാണ് ആഗ്രഹമെങ്കിൽ അവർ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇദ്ദേഹമാണെന്നാണ് വെപ്പ്. അങ്ങനെയൊന്നും ആരും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും സങ്കല്പിക്കാം. അദ്ദേഹം മത്സരിക്കേണ്ട അമേഠിയിലാണ്. അവിടെ പോയി മത്സരിച്ച് ജയിക്കണമായിരുന്നു. കഴിഞ്ഞ തവണ തോറ്റ മണ്ഡലമാണ്. അതേസമയം കഴിഞ്ഞ തവണ UP ആകപ്പാടെ കോൺഗ്രസ് ജയിച്ചത് റായ്ബറേലിയിലാണ്. അത് പിന്നെ ഒരു കുടുംബ മണ്ഡലമാണ്. ഇപ്പോൾ ഫിറോസ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഇന്ദിരാഗാന്ധി, ഇവരെല്ലാവരും ജയിച്ച് വന്ന റായ്ബറേലി അവരുടെ കുടുംബ മണ്ഡലമാണ്. സോണിയാഗാന്ധി അതാണ്. അപ്പോൾ അവരുടെ മണ്ഡലമാണ്. അപ്പം ഈ മത്സരിക്കാൻ പോകുമ്പോൾ അങ്ങനെയാണെങ്കിൽ തോറ്റ സീറ്റ് മത്സരിക്കാവും. അതെ, ജനകീയ നേതാക്കൾക്ക് എവിടെ പോയാലും പറയുമല്ലോ രാജാവിന് എന്തിന് എന്ന് പറയും പോലെ എവിടെ പോയാലും ഇപ്പം നമുക്കറിയാം ഇപ്പം കോൺഗ്രസിന്റെ നമ്പർ 1 കാൻഡിഡേറ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എവിടെ മത്സരിച്ചാലും ജയിക്കണമെന്നൊരു ആത്മവിശ്വാസം വേണം. അല്ലാതെ മത്സരിക്കാൻ പോകരുത്. എവിടെ നിന്നാലും ജയിക്കുമെന്ന് ഉറപ്പുള്ള ആൾ എന്തുകൊണ്ട്? കാരണം അതുമല്ല ഒരു വെല്ലുവിളിയാണ്. മറുവശത്ത് നിന്ന് സ്മൃതി ഇറാനി താൻ നടത്തിയ ഈ ഒരു വികസനങ്ങളെല്ലാം വച്ച് തന്നെ വെല്ലുവിളിക്കുമ്പോൾ അവിടെ നേരിട്ട് ഇടപെടേണ്ടതാണ്. അതാണ് ഒരു രാഷ്ട്രീയത്തിന്റെ കളി. അല്ലാണ്ട് അത് അവഗണിച്ചിട്ട് റായ്ബറേലിയിലേക്ക് പോയത് അത്ര ശരിയായില്ല. കുറച്ച് വർഷം മുമ്പ് ഞാൻ നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി, കേരളത്തിലെ വലിയ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന വയലാർ രവിയുടെ ഒരു അഭിമുഖം ചാനലിൽ കണ്ടിരുന്നു. സഫാരിയിലാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്നത് സഫാരി TVയിലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വയലാർ രവി നമുക്കറിയാം, നമുക്ക് എത്ര വലിയ മുതിർന്ന പ്രഗത്ഭനായ നേതാവാണ്. അത് 1970 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് സുഖമായ അസംബ്ലിയിൽ മത്സരിക്കാമായിരുന്നു. അത് ഏറ്റവും ശ്രദ്ധേയനാണ്. അദ്ദേഹം മത്സരിച്ചില്ല. അദ്ദേഹം പാർലമെൻറ്റ് മത്സരിച്ചു അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അങ്ങനെ 71 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചിറയൻകീഴ് ആണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പം ഇന്ദിരാഗാന്ധി വിളിപ്പിച്ചു. ഇന്ദിരാഗാന്ധി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ സീറ്റ് മത്സരിക്കാൻ പോകുന്നത്? അതൊരു ഇടതുപക്ഷ സീറ്റല്ലേ? 67 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ R ശങ്കറാണ് കേരളത്തിനോട് പരാജയപ്പെട്ടത്. അത്രയും വലിയ ആൾ തോറ്റെടുത്ത് നിങ്ങൾ പിന്നെ എന്തിനു നിൽക്കുന്നത്? അത് അപകടമല്ലേ? ഏതെങ്കിലും ജയിക്കാൻ സാധ്യത എത്ര സീറ്റ് നമുക്ക് വേറെ ഉണ്ട്, അവിടെ പോയി എന്തുണ്ടെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല മാഡം, ഇത് തോറ്റ സീറ്റാണ്, ഇത് ജയിക്കാൻ വേണ്ടി ഞാൻ മത്സരിക്കാൻ പോകുന്നത്, ചലഞ്ചായിട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധിക്ക് യാതൊരു അവർക്ക് താല്പര്യമില്ലായിരുന്നു. അവർ ഇയാൾ ജയിക്കില്ലായിരിക്കും എന്ന് വിശ്വാസം. പക്ഷേ വളരെ ജയിച്ചു വന്നു എന്നുള്ളത് അർക്ക രാധാകൃഷ്ണനാണെന്നാണ് അദ്ദേഹം ഒന്ന് പരാജയപ്പെടുത്തിയെന്ന് തോന്നുന്നു. അദ്ദേഹം ജയിച്ചു വന്നു എന്ന് മാത്രമല്ല ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി. ഏറ്റവും ചെറുപ്പത്തിൽ. അല്ല, അങ്ങനെ ആയിരിക്കണം. ആ ഒരു ചലഞ്ച് എടുക്കാൻ തയ്യാറായിരിക്കണം. അതൊരു ചരിത്രപരമായ മാറ്റം കൂടിയായിരുന്നു. ഒരിടത്ത് നിന്ന് നമുക്ക് എങ്ങനെ ഇപ്പൊ നമുക്ക് ഈ പോയ അമേഠി എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു ഇതും കൂടെ ആയിരുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ടത്. കാരണം കൈവിട്ട് പോയതിന് ഇപ്പം നമ്മൾ ഇപ്പം വീണ്ടും സാഷ്ടാംഗം പ്രണമിച്ച് അവിടെ വച്ചു കൊടുക്കുന്നതിന് തുല്യമായി പോയി ഇവിടെ. കാരണം അവിടെ ഏതൊരു സ്ഥാനാർത്ഥിയും രാഹുൽ ഗാന്ധി തൊട്ടടുത്ത് ഇനി വേറെ ഏത് കോൺഗ്രസ് നേതാവ് വന്നാലാണ് ജയിക്കാൻ പോകുന്നത്. അവിടെയാണ് കിഷോരിലാൽ. നമുക്കറിയാം കിഷോരിലാലിനെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യ ചരിത്രം അറിയാവുന്നവർക്ക് അദ്ദേഹത്തെ അറിയായിരിക്കും. രാഹുൽ ഗാന്ധിയോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്ന, അതെ, പഞ്ചാബിയാണ്.
അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപക്ഷെ അവിടെ നല്ല ബേസ് കാണുമായിരിക്കും, അടുത്ത ബന്ധം കാണുമായിരിക്കാം. മൂലമൊക്കെ അറിയാമെന്ന് പറയെങ്കിൽ പോലും വോട്ടാക്കി മാറ്റാൻ പറ്റുമോ ഇല്ല. സ്മൃതി ഇറാനി വളരെ ശക്തയായ ഒരു നേതാവാണ്. അവർ കേന്ദ്രമന്ത്രിയാണ്, രാഹുൽ ഗാന്ധി തോപ്പിച്ച ആളാണ്. കേന്ദ്രമന്ത്രി സ്ഥാനം ഉണ്ട്, അടുത്ത വീണ്ടും അതുപോലെ തന്നെ. ഇപ്പൊ ആ ഒരു പവറിൽ നിൽക്കുന്ന ഒരാൾക്ക് മുന്നിലാണ് ഇവിടെ. അപ്പം ഇപ്പം ഒരു സീറ്റ് എന്തായാലും പോയ മട്ടാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം അവർക്ക് തന്നെ അറിയാം ഇതൊരു 50-50 ചാൻസ് ആണ്. രാഹുൽ ഗാന്ധി വന്നിരുന്നെങ്കിൽ ആ 50-50 മാറിയിട്ട് ഒരു പക്ഷേ ഒരു നേരിയ മുൻതൂക്കം കൂടി കിട്ടുമായിരുന്നു. രാഹുൽ ഗാന്ധി ഒരു പ്രതീക്ഷ, നമുക്ക് പ്രവചനാതീതമാവുമായിരുന്നു കാര്യങ്ങൾ. അങ്ങനെയായിരുന്നു വേണ്ടത്. കാരണം ഇവിടെ അതാണ് നമ്മൾ പറഞ്ഞത്, BJPക്ക് മുന്നിൽ ഇപ്പോഴേ സാഷ്ടാംഗം പ്രണമിച്ചതിന് തുല്യമായി പോയി കോൺഗ്രസിന്റെ ഈ നടപടികളെല്ലാം തന്നെ. ഇപ്പൊ മാത്രമല്ല ഇവിടെ ഈ ഒരു വയനാട് കൈവിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി കുറച്ച് സീറ്റാണ്, കോൺഗ്രസിന് അതൊരു നേട്ടമാണ്. എന്തുകൊണ്ട് അത് മാറി? കാരണം അത് 100% എനിക്ക് തോന്നുന്നു 2004 അതിന് മുമ്പ് വരെ ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര സീറ്റ് വേണമെങ്കിൽ മത്സരിക്കായിരുന്നു ഒരേ സമയം. പിന്നെ അത് മാറ്റി, പിന്നെയാണ് 2 ആക്കിയത്. ഈ 2 തന്നെ മാറ്റണമെന്നുള്ള ആവശ്യം വ്യാപകമാണ്. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ 2 സീറ്റിൽ നിന്ന് മത്സരിച്ച് ഒരു 2 സീറ്റിൽ ജയിച്ചാൽ ഒന്ന് രാജിവെക്കുമ്പോഴേ അടുത്ത നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചിലവ് ഞാൻ കൊടുക്കണമെന്നുള്ള നിയമം കൊണ്ടുവരണമെന്ന് ഇടയ്ക്കൊരു നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. സംഭവിച്ചില്ല. അതാണ് ചെയ്യേണ്ടത്. അതെ, എനിക്ക് തോന്നുന്നു ഇതോടെ മാറുമെന്ന് തോന്നുന്നു. കാരണം ഇത് സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എത്ര പേരുടെ കഷ്ടപ്പാട് നമ്മൾ പറയാം. നമുക്ക് കുറേ പേരുടെ കഷ്ടപ്പാടില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലവേദനയാണ്, മൊത്തത്തിൽ എല്ലാം കൊണ്ട് തന്നെ ഒരു തലവേദന. നമ്മൾ കൊടുക്കുന്ന ടാക്സിൻ്റെ പണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഓർക്കണം. ഒരാളിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ഞാൻ അവിടേക്ക് എന്നൊക്കെ പറയുന്നത്. നേരത്തെ ഒരിക്കൽ പി കുഞ്ഞാലിക്കുട്ടി ഇവിടെ നിന്ന് രാജിവെച്ചിട്ട് പാർലമെൻറ്റിലേക്ക് പോകുന്നു, അവിടെ രാജിവെച്ചത് ഇങ്ങോട്ട് വരും. നമ്മൾ കണ്ടല്ലേ ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ ഈ നേതാക്കന്മാരിങ്ങനെ അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അസൗകര്യമൊക്കെ നോക്കി ഇതുമല്ല ഈ ജനങ്ങൾ ചെയ്യണമെന്ന്. മാത്രമല്ല അങ്ങനെ ഒന്നെങ്കിൽ പാർട്ടി മാത്രമേ വളരുള്ളൂ. ഇപ്പം ഈ രാഹുൽ ഗാന്ധി ഇപ്പം MP എന്ന നിലയിൽ എത്രത്തോളം ചെയ്തതെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാരണം വയനാട്ടിലെ ജനങ്ങളാണ് അത് പറയേണ്ടത്. അദ്ദേഹം ഒന്നിയിൽ പാർട്ടിക്ക് വേണ്ടി എന്താ പറയുക കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് വരണം, അല്ലെങ്കിൽ ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരമാകും. ഇത് പാർട്ടിക്ക് മാത്രം വളരാൻ വേണ്ടി ചില യാത്രകൾ നടത്തിയോ അങ്ങോട്ട് തെക്കോട്ടും വടക്കോട്ടൊന്നും പോയിട്ട് കാര്യമില്ല. ആ സമയം എങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാം, അല്ലെ പാർട്ടിക്ക് എന്തൊക്കെ മറ്റേ പാർട്ടിയിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് വന്ന് എങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലമൊക്കെ. തീർച്ചയായും അത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള കമ്പാരിറ്റീവ്ലി ചെറുപ്പക്കാരനെ ഒരു നേതാവ് ചിന്തിക്കണം. ഒരിടത്ത് നിൽക്കാനുള്ള ധൈര്യം ആർജവം കാണിക്കണം. അത് 2 മത്സരിച്ചോട്ടെ. അപ്പോൾ അത് പക്ഷേ അതൊന്നും ഇത് പുതിയ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങൾ പെടുന്നു. എന്തുകൊണ്ട് പുതിയ തലമുറ വോട്ട് ചെയ്യാൻ പോകുന്നില്ല? അവർക്ക് താല്പര്യം പോയതിലൊക്കെ. നാളെ വയനാട്ടിൽ ബൈ ഇലക്ഷൻ നടത്തുകയാണെന്ന് ഇരിക്കട്ടെ, എത്ര ചെറുപ്പക്കാർ വോട്ട് ചെയ്യാൻ പോകും? അവർ പ്രതിഷേധിക്കും അക്കാര്യത്തിൽ. പുതിയ തലമുറ അക്കാര്യത്തിൽ അവർ വിയോജിപ്പ് പ്രകടിപ്പിക്കും. അപ്പോൾ ഇത് നമ്മൾ കേരളത്തിൽ പണ്ട് ആദ്യമായി ഇത്തരത്തിൽ ഒരു നേതാവ് 2 സീറ്റ് മത്സരിച്ച് എവിടെ നിന്നറിയാമോ? കെ കരുണാകരനായിരുന്നു. 82 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹം അറിയില്ല, മാള അദ്ദേഹത്തിൻ്റെ സ്ഥിരം, മാളയുടെ മാണിക്യം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ മാളയാണ് അദ്ദേഹത്തിന് സ്ഥിരം നിയമസഭ ഉണ്ടല്ലോ, അദ്ദേഹം അവിടെ നിന്നാണ് ജയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ 82 എന്തോ അദ്ദേഹത്തിന് തോന്നിക്കാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഇനി വല്ല പ്രശ്നമുണ്ടോ എന്ന്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ നേമത്തും കൂടെ മത്സരിച്ചു. അപ്പോൾ അന്ന് കെ കരുണാകരൻ്റെ എതിർ സ്ഥാനാർത്ഥി ആയിരുന്നത് P ഫക്കീർ ഖാൻ എന്ന് പറയും. അദ്ദേഹം CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ വളരെ പ്രമുഖനായ നേതാവായിരുന്നു. ബാലവരത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അദ്ദേഹം വളരെ പഴയ തലമുറയിലെ വളരെ നല്ലൊരു നേതാവായിരുന്ന P ഫക്കീർ ഖാൻ. അദ്ദേഹം ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. പക്ഷേ കരുണാകരൻ 2 ജയിച്ചു. ഫക്കീർ ഖാൻ ആയിട്ട് പോലും പക്ഷേ ആണെന്ന് അവിടുത്തെ ജനം ചിന്തിച്ച് കാണും ഇദ്ദേഹം മുഖ്യമന്ത്രിയാവുമെന്ന്, ഭരണം കിട്ടിയ മുഖ്യമന്ത്രിയാവുമെന്ന് ഉറപ്പാണല്ലോ. അങ്ങനെ ചെയ്തതാകാം. അപ്പോൾ കെ കരുണാകരൻ ചെയ്തത് അദ്ദേഹം മാളെ അക്സെപ്റ്റ് ചെയ്തു, നിയമം അങ്ങ് രാജിവെച്ചു. നിയമത്തെ ബൈലക്ഷൻ നടത്തേണ്ടി വന്നു. ഇപ്പോൾ ഇവിടെയാണ് എനിക്ക് BJPയുടെ അടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിൽ അവരുടെ ഒരു മാതൃക നമ്മൾ ഇതിൽ കാണേണ്ടതാണ്. കാരണം ഇതിനകത്ത് തന്നെ ഇപ്പോൾ വേണമെങ്കിൽ മോദിക്ക് വേണമെങ്കിൽ ഇപ്പം എല്ലാവരും പറയാറുണ്ട് ഈ വീക്ക് പോയിന്റിലുള്ള ആൾക്കാർ അവിടെ ജനകീയനെ നിർത്തി കഴിഞ്ഞാൽ അവിടുത്തെ മണ്ഡലത്തിലുള്ള എല്ലാവരും ആവേശമാനോ ആ പാർട്ടി അവരെ കുത്തകയാവാൻ സാധ്യതയുണ്ട്. ഇപ്പം വീക്ക് പോയിന്റുള്ള എല്ലാവരും കൂടെ അവരോടൊപ്പം ചേരുന്നത്. ഇപ്പം കേരളം BJPയെ സംബന്ധിച്ചിട്ട് കിട്ടാങ്ങനെയായിട്ട് നിൽക്കുകയാണ്. വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും മോദി ഇവിടെ നമ്മൾ ആദ്യഘട്ടങ്ങളിൽ ചർച്ച വരെ ഉണ്ടായിരുന്നു. മോദി തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് കന്യാകുമാരിയിൽ പോകും, ചിലപ്പോൾ അങ്ങനെ രീതിയിലുള്ള സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പറയും. നിർമ്മലാ സീതാരാമന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. എന്തുകൊണ്ട് അവർ നിന്നിരുന്നാൽ ജയിക്കുമെന്ന് ഉറപ്പാണ്. എന്നിട്ടും BJP അങ്ങനെ ഇത് കാണിച്ചിട്ടില്ല. ഇവിടെ കോൺഗ്രസ് കാണിക്കുന്ന ആ ഒരു രീതിയിലേക്കാണ്. എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി കന്നി മത്സരത്തിൽ മാത്രം അദ്ദേഹം 2 മത്സരിച്ചു തോന്നുന്നു. വഡോദരയിലും അദ്ദേഹത്തിന്റെ വാരണാസിയിലും. ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രഭാവം പ്രധാനമന്ത്രിയാണ്, ജയിക്കാം. അപ്പം എന്തായാലും അത് മാറി. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് ആത്മവിശ്വാസം ഇല്ല എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മാത്രമല്ല ഈ എന്തിനങ്ങനെ ഈ സൗത്ത് നോർത്തും ചിന്തിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. നേരത്തെ പറഞ്ഞതുപോലെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ജയിച്ചാൽ അത് ജയമല്ലേ? അത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും ഉത്തരേന്ത്യയിൽ പോയി നിന്ന് ജയിച്ചാൽ അത് ഒരു ഭൂരിപക്ഷം ജനങ്ങളുടെ വോട്ടും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ ഒരു പാർലമെൻറ്റ് അംഗമായ മാത്രമേ പ്രധാനമന്ത്രി മന്ത്രിയൊക്കെ ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രതിപക്ഷമാവാൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളപ്പോൾ എവിടെ നിന്ന് ജയിച്ചാലും മതി. അല്ല ഇവരെന്തിന് ഇങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും പ്രചരണത്തിന് പോലും എനിക്കൊന്ന് മറ്റ് സ്ഥാനാർത്ഥികൾ കേരളത്തിലെ മറ്റേത് സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും പിറകിൽ തന്നെയാണ് പ്രചരണത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നത്. 100% ഉറപ്പാണ് എപ്പോഴും ജയിക്കുമെന്ന്. ഇത്രയും നമ്മള് പറഞ്ഞല്ലോ, ഇപ്പം തളികയിൽ വെച്ച് കൊടുക്കുന്ന പോലെയുള്ള അവസ്ഥ എല്ലാവരും കൊടുക്കുന്ന പോലെയാണ് ആ ജനങ്ങൾ കൊടുക്കുന്നത്. കാരണം അങ്ങനെയെങ്കിൽ ഇവിടെ വേറെ എത്രയോ ഇതുണ്ടായിരുന്നു, അല്ലെങ്കിൽ തോൽവി ഇപ്പം വീക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ, ഇപ്പം കോൺഗ്രസ് വീക്കായ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത്രയും ഗ്ലാമർ പേര് ഇപ്പം നരേന്ദ്രമോദിയോടെയൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. വീക്ക് സ്ഥലങ്ങളിൽ പോയിട്ട് നിന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ ഒന്ന് ഒരു ആവേശം കൊണ്ടുവന്ന് അവിടെയൊക്കെ പാർട്ടി സെറ്റപ്പ് ആക്കി അങ്ങനെ കൊണ്ടുവന്നാൽ എന്തുകൊണ്ടാണ് ചെയ്താൽ? അല്ലാതെ 100% ജയസാധ്യതകളുടെ അടുത്ത് പോയിട്ട് എന്താണ് കാര്യം? മാത്രമല്ല ശരത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, കേരളത്തിലൊരു നേതാവിൻ്റെ ഒരു സീറ്റാണ് ശരിക്കും നഷ്ടപ്പെടുന്നത് ഈ വയനാട്ടിൽ. രാഹുൽ ഗാന്ധി കഴിഞ്ഞ മത്സരിച്ചപ്പോൾ ഇത്തവണ അത് സംഭവിച്ചു. ഇനി നാളെ രാഹുൽ ഗാന്ധി ഇവിടെ രാജിവെച്ചു ഒന്നിരിക്കട്ടെ, അപ്പോൾ ലീഗ് പറയണം ഈ സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വിട്ടില്ലേ. അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ ഇപ്പോൾ അവർ 3ാം സീറ്റ് ആവശ്യപ്പെട്ടതാണ് അവർ. അപ്പോൾ 2 സീറ്റ് ഞങ്ങൾക്ക് കിട്ടി, ഇനി 3ാം സീറ്റ് വയനാട് ഞങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ എതിർക്കാൻ പറ്റില്ല എന്ന്. കാരണം ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഗിന് ശക്തി കേന്ദ്രങ്ങളാണ്. അവർ ഒറ്റയ്ക്ക് എന്നാൽ പോലും ജയിക്കും അവിടെ. അപ്പോൾ അതുകൊണ്ട് അവസാനം അങ്ങനെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. പിന്നെ കോൺഗ്രസ്സിൽ എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട്, ഈ അവരൊക്കെ എല്ലാവരും അവസരം കൊടുക്കണം നല്ലതല്ലേ. ഈ അതൊരു ഉറപ്പുള്ള സീറ്റാണ് കോൺഗ്രസ്സിന്. അതുകൊണ്ട് തന്നെ നല്ല ചെറുപ്പക്കാരെ കേരളത്തിൽ എത്രയോ പേര് വളരെ പ്രഗത്ഭ നമ്മൾ തന്നെ കാണുന്നുണ്ട് കോൺഗ്രസിൻ്റെ പോലെ. ഇപ്പോൾ ലിജുവിനെയൊക്കെ പോലുള്ള, ലിജു അദ്ദേഹം ആലപ്പുഴക്കാരനാണെങ്കിൽ പോലും അതുപോലെ എത്രയോ മിടുക്കന്മാരെ നല്ല ചെറുപ്പക്കാരായ നേതാക്കന്മാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഷുവർ സീറ്റിൽ അവരൊക്കെ നല്ല അറിവുള്ള കാര്യങ്ങൾ എന്നാലും പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള കോൺഗ്രസിലെ യുവ നേതാക്കൾ എത്രയോ പേരുണ്ട്. അവർക്ക് ആരെങ്കിലും സീറ്റ് കൊടുത്ത് അവരെ വിടണം, അവർ ജയിച്ച് വരട്ടെ. അപ്പോൾ അവരും അത് ഭാവിയിൽ പിന്നെ അവരെ കൂടുതൽ അവരെ കരിയർ കൂടുതൽ മെച്ചപ്പെടുത്താനായി രാഷ്ട്രീയ നിലയിലും മെച്ചപ്പെടുത്താനും കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രസക്തി വർദ്ധിക്കാനും അതിനേക്കാൾ ഉപരി ഒരു നേതാവ് വളർന്നു വരാനുള്ള ഒരു ഘട്ടമാണ്. ഇപ്പം നമുക്ക് നോക്കാം, ഇവിടെ യുവ നേതാക്കൾക്ക് എത്രത്തോളം അതിന് വളർന്നു വരുന്നുണ്ടെന്ന് എനിക്കറിയാം. പണ്ടൊക്കെ ഉമ്മൻചാണ്ടിയായാലും രമേശ് ചെന്നിത്തലയായാലും മുല്ലപ്പള്ളി ആയാലും ഇതുപോലെ പ്രഗത്ഭരെല്ലാവരും വളർന്നു വന്നത് ഈ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന്റെ തോതൊന്ന് കുറഞ്ഞു. ഇപ്പോഴും ഇതുപോലുള്ള പ്രബല സ്ഥാനാർത്ഥികൾ തന്നെ എല്ലായിടത്തും നിൽക്കുകയും യുവനിരയ്ക്ക് വരാനൊരു ഇപ്പോഴും ഒരു കിട്ടുന്നില്ല, സമയവും പിന്നെ അതിനൊക്കെ നമ്മൾ പലപ്പോഴും ലൂസ് ടോക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും അത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഈ സന്ദർഭത്തിൽ പറയുകയാണ്. പണ്ട് ആർ ശങ്കറിനെയൊക്കെ പോലുള്ള നേതാക്കളെ മുഖത്ത് കൊണ്ട് അന്നത്തെ യൂത്ത് കോൺഗ്രസ് KS നേതാക്കന്മാരെന്ന് VM സുധീരൻ, ഉമ്മൻചാണ്ടി, കരുണി അവരൊരു തലമുറയുണ്ടല്ലോ, കൊട്ടറ ഗോപാലകൃഷ്ണൻ. അപ്പോൾ ആ തലമുറ അന്ന് ആവശ്യപ്പെട്ടത് കടൽക്കിഴവന്മാർ ഇവിടെ നിന്ന് ഇറങ്ങണം, ഞങ്ങളെ പാർട്ടി പദവികൾ ഏൽപ്പിക്കണമെന്നായിരുന്നു. അന്ന് ആർ ശങ്കറിന് വയസ്സ് 59 ഉള്ളൂ. ഇന്ന് കടൽക്കിഴവനെന്ന് പറഞ്ഞ ഈ നേതാക്കന്മാർക്ക് ഈ ഹെയർ ഡൈ എന്ന് പറഞ്ഞ സാധനം കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇവർ പലരും പ്രായം നന്നായിട്ട് എടുത്ത് കാണിച്ചത്, മനസ്സിലായില്ല. അപ്പം പക്ഷേ എന്നിട്ടെന്ത് പറ്റി, 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സംഘം ചെറുപ്പക്കാരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കി വിജയിപ്പിച്ച് അവർ സഭയിലെത്തി. AK ആന്റണി സാക്ഷാൽ, ഉമ്മൻചാണ്ടി, കൊട്ടറ ഗോപാലകൃഷ്ണൻ, AC ഷൺമുഖദാസ് തുടങ്ങിയിട്ടുള്ള ഒരു വലിയ നിര ചെറുപ്പക്കാർ അന്ന് MLA ആരായി. അത് വളരെ പ്രധാന. കോൺഗ്രസ് ഒരിക്കലും അന്ന് നേരത്തെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അവിടെ നല്ല പ്രായമുള്ളവരെ മാത്രം, ഈ സീനിയേഴ്സിനെ മാത്രം സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ കുറേ പേര് വന്നു. അതുപോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരാളാണ് MP ഗോവിന്ദൻ. മരിച്ചു അദ്ദേഹം മന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് അതിന് ജീവിത സഹായനത്തിൽ എനിക്ക് പരിചയപ്പെടാൻ അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ അന്ന് ആർ ശങ്കർ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു, 6 വകുപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് ഇങ്ങനെ സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ, ഇതെല്ലാം വളരെ മുതിർന്നവരാണല്ലോ. അപ്പോൾ അദ്ദേഹം മന്ത്രിയാക്കി അദ്ദേഹം ശരിക്കും നമ്പരുന്നു ആദ്യം. അപ്പോൾ അന്ന് ആർ ശങ്കറൊക്കെ പഠനമുള്ള അപ്പോൾ അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഏറ്റു നിങ്ങൾ. അപ്പോൾ അവർ എല്ലാത്തിനും ഇവർ താരതമ്യേന ചെറുപ്പക്കാരനായതുകൊണ്ട് അവരെ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിന് എല്ലാ ഉപദേശങ്ങളും കൊടുക്കുകയും കൃത്യമായ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സഹായിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അങ്ങനെ ഒരു തലമുറ ഉണ്ടായിരുന്നു. ഈ അടുത്ത തലമുറ എന്നെക്കാളും മിടുക്കന്മാർ വരട്ടെ എന്ന് ഇത് എത്രയോ പേരുണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല, അതിൽ ഈ കോൺഗ്രസ്സിൽ തിരുവനന്തപുരത്തെ DCC പ്രസിഡൻ്റായിട്ട് K. ശങ്കരനാരായണപിള്ള, അദ്ദേഹം പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രി, ഞങ്ങൾ നെടുമങ്ങാട്ടുകാരനാണ്. അത് 25-26 വയസ്സുള്ള തിരുവനന്തപുരം DCC പ്രസിഡൻ്റ് ആയതാണ്. ഈ തിരുവനന്തപുരത്ത് വക്കം പുരുഷോത്തം ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രഗത്ഭരായ മുതിർന്ന ഒരു വലിയ തലമുറ അവിടെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ കാട്ടാക്കട ശങ്കരൻ അവർ ഉള്ളപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ അന്ന് വളരെ ചെറുപ്പക്കാരനായ ഈ ശങ്കരനാരായണപിള്ള DCC പ്രസിഡൻ്റാക്കിയത്. അത് അവർ തയ്യാറായി എന്നുള്ളിടത്താണ്. ഇന്നാണെങ്കിലോ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ വന്നാലും അങ്ങോട്ട് മാറിയില്ലെന്ന് പറയുള്ളൂ. നമ്മുടെ അവസരമാണ് കൊടുക്കുക. കാരണം ഒരു പ്രാവശ്യം ആയിക്കഴിഞ്ഞാൽ മാറി മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുക്കുക. അല്ലെങ്കിൽ അതിൽ ആ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ജനതനെ തിരഞ്ഞെടുത്തോളും, അല്ലെങ്കിൽ അവർ വേണമെന്ന് ആവശ്യപ്പെടും. അങ്ങനെയൊക്കെയാണ് ജനകീയ നേതാക്കളുണ്ട്. ഒന്ന് സങ്കല്പിച്ച് നോക്ക്, രാഹുൽ ഗാന്ധി ഇത്തവണ റായ്ബറയിൽ അങ്ങ് പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ, എന്തായിരിക്കും അവസ്ഥ? വയനാട് തന്നെ ആശ്രയം, വീണ്ടും തന്നെ ആശ്രയം. അപ്പോൾ ഇപ്പോൾ പോയാൽ തിരിച്ചു വരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വയനാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക്
ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോട് ഇപ്പോഴുള്ള ആ ഒരു സ്നേഹം ഒരു അറ്റാച്ച്മെൻ്റൊക്കെ കുറയും. കാരണം ഇത് ജയിക്കാൻ വേണ്ടി മാത്രം ഇവിടെ നിൽക്കുന്ന ആൾ നമ്മളെല്ലാം കൂടെ ഇയാളെ ജയിപ്പിക്കും എന്നുള്ളതുകൊണ്ട് വരുന്നതാണല്ലോ എന്നൊരു ധാരണ മുട്ടിടിച്ചല്ലാതെ ചിലപ്പോൾ ജയിക്കാൻ പറ്റില്ല. കാരണം ഇത് 2 പ്രാവശ്യമായത്. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു, പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാന സമയങ്ങളിൽ പ്രചരണത്തിലൊക്കെ ആയുധമാക്കിയത് ഇടതുപക്ഷം രാഹുൽ ഗാന്ധി നിങ്ങളെ കൈവിട്ട് പോകുന്നത്. എന്നിട്ട് ഒരു വിശ്വസിച്ചു ഒരു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അതാണ് അവിടെ കോൺഗ്രസ് രഹസ്യമായിട്ട് വെച്ചിട്ട് ഇത്രയും ദിവസം ഈ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് അവർ മാത്രമല്ല നമ്മൾ കരുതിയത് എല്ലാവരും കരുതി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നാണ്. റായ്ബറേലിയിൽ മത്സരിക്കും, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അമേധി തന്നെ മത്സരിക്കുമായിരിക്കാം എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു. പക്ഷെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നേ ഇല്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ എന്തായിരിക്കും കാരണമെന്ന് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ഒരിക്കലും മത്സരിച്ചിട്ടില്ലാത്ത ഒരാളാണ്, ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ കന്നി അംഗത്തിന് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തോറ്റു പോയാലോ എന്നുള്ള ഭയം അവർക്കും കാണുമായിരിക്കും. ഇവരാരാണ് ഈ ഭയപ്പെടുന്നത്? അല്ല, ഭയമാണ് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല വേറൊരു കാര്യം, ലൈബ്രറിയുടെ കണക്കുകൾ നോക്കുമ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ വർഷം 1,60,000 ഭൂരിപക്ഷത്തില്ല, പക്ഷെ അത് കുറവാണ്, കുറഞ്ഞു വരാണ്. എനിക്ക് ഇത്തവണ ചിലപ്പം ഇനി ഒരു പക്ഷേ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ തോറ്റാലും അത്ഭുതപ്പെടാനില്ല. കാരണം 4 ലക്ഷം 3 ലക്ഷം ഒക്കെ ലീഡ് ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് ഇപ്പോൾ 1 ലക്ഷം. അതുപോലെ അവിടെ ഇപ്പോൾ നമുക്കറിയാലോ കോൺഗ്രസിൻ്റെ അവസ്ഥ. അവിടെ അഖിലേഷ് യാദവിൻ്റെ കൂടെ നിന്ന് സമാജ്വാദി പാർട്ടിക്ക് ഒപ്പം നിന്ന് മാത്രമേ എന്തെങ്കിലും വോട്ട് കിട്ടുള്ളൂ. 17 സീറ്റ് പിന്നെ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. ഇതിൽ 12 സീറ്റിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടാത്തതാണ് കോൺഗ്രസ്. അപ്പോൾ അതിൽ ജയിച്ചത് ആകെ റായ്ബറേലി, അമേധി തോറ്റു. മാത്രമല്ല സ്മൃതി ഇറാനി അമേധി മണ്ഡലത്തിൽ വളരെ സജീവമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്, അവർ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ വയനാട്ടിൽ പോലും നേരെ വരാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരവസ്ഥ. അദ്ദേഹം അമേധി ഇപ്പോൾ എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പിന്നെ അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ മാത്രം അവിടെ ചെന്നാൽ ജനം അവരെ അദ്ദേഹത്തെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ BJP ഒരു പ്ലാൻ നോക്കണം. ഇപ്പോൾ നമ്മൾ അയോധ്യ പോലുള്ള സംഭവം ഇതൊക്കെ ഇറക്കി അവർ പരമാവധി വോട്ട് പിടിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി വിജയം ചിലപ്പോൾ റായ്ബറേലി ചിലപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം ഇനി കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന തരത്തിലേക്ക് വരെ അവിടെ ചർച്ചകൾ വന്നു. 77 ഇന്ദിരാഗാന്ധി തോറ്റു എന്നുള്ളത് മറക്കേണ്ടത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല എനിക്ക് സ്ത്രീ അല്ലാതെ ഒരാൾ നിൽക്കുന്നത് അല്ലേ, സ്ത്രീ കാൻഡിഡേറ്റ് അല്ലാതെ നിൽക്കുന്നത് ഇപ്പോഴായിരിക്കും കുറെ വർഷത്തിന് ശേഷം കോൺഗ്രസിൽ നിന്ന് വരുന്നത്. അതെ, കോൺഗ്രസിൽ നിന്ന്. അതുകൊണ്ട് അത് ഒരു മറ്റൊരു ഇതാണ്. അപ്പൊ നമ്മൾ ആ ഒരു പൾസും കൂടെ നോക്കണം. സ്ത്രീകളുടെ ഒരു എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യക്കാരെല്ലാവരും സ്ത്രീ എന്നൊരു പരിഗണനയും കൂടെ സാധാരണ കൊടുക്കാറുണ്ടെന്ന് കേൾക്കാം. അല്ല, ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയാണ് നിന്നതെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ലെഗസി ഉണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അത് കുറച്ചും കൂടെ അത് അവരെ ശ്രദ്ധിക്കപ്പെട്ടേനെ, ചിലപ്പോൾ അവർ ജയിക്കാനും സാധ്യത കളയാൻ വഴിയില്ല. രാഹുൽ ഗാന്ധി ചെയ്തത് ഈ ജയിക്കുമെന്ന് സാധ്യതയുള്ള സീറ്റ് മാത്രം നോക്കി നിന്ന് മത്സരിക്കുന്നത് ഒരു നേതാവിൻ്റെ ലക്ഷണമല്ല. അതിവിടെ വയനാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ കേരളത്തിൽ തന്നെ മത്സരിക്കുമ്പോൾ എന്തിനും വയനാട്ടിൽ ഇപ്പോൾ ഇത്രയും ഉറപ്പുള്ള സീറ്റ് ഇരിക്കുന്നത്, വേറെ ഏതെല്ലാം സീറ്റ് കല കണ്ണൂരോ വടകരയൊക്കെ ഇപ്പോൾ നിന്നാൽ പോരെ. ഇവിടെ ഈ BJPക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ വയനാട് വരുന്ന ഒരു അതേ വികാരം തന്നെ ഈ വയനാട്ടിലെ വികാരം അതേപോലെ റായ്ബറേലിയിലും കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരു പക്ഷേ അത് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയായി മാറിയേക്കാം. ഇത് BJP പ്രധാനമന്ത്രി തന്നെ എന്തോ രാഹുൽ ഗാന്ധി കളിയാക്കി കഴിഞ്ഞു. ഇപ്പം തന്നെ ഇന്ന് തന്നെ അവിടെ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി കളിയാക്കി. കാര്യം പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നല്ലോ പലരും മണ്ഡലം വിട്ടോടും, ചിലർ രാജ്യസഭയിലേക്ക് ഓടും എന്നൊക്കെ പറഞ്ഞില്ല. അതാണ് സംഭവിച്ചു. സോണിയാഗാന്ധി അവർ രാജ്യസഭയിലേക്ക് പോയി, ഇവർ ഈ പറഞ്ഞതുപോലെ മണ്ഡലം മാറി മത്സരിക്കുന്നു. കേരളത്തിലെ മത്സരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഈ ഒരു നീക്കം തീർച്ചയായും BJP വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി അവരത് കോൺഗ്രസിനെതിരെ ഉപയോഗിക്കും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കാരണം അത് അവരുടെ ഒരു പിന്നെന്താണ് അവരുടെ ഈ ശക്തി കേന്ദ്രമായി ഇപ്പോൾ വടക്കേന്ത്യ മാറിയെന്ന് തെളിയിക്കേണ്ട ജോലി BJPക്കാണ്. BJP അധികാരമുണ്ട്, മൊത്തം അവർക്ക് കൂടുതൽ സംവിധാനമുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് മാറ്റിയോ തന്നെ സംശയമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ മത്സരിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ അത്ര എളുപ്പമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുക്കണമായിരുന്നു ഇക്കാര്യത്തിൽ. ഈ അവസ്ഥ മാത്രമല്ല എന്തിനാണ് ഇവർ ഈ അവസാന നിമിഷം വരെ തീരുമാനം ഇന്നാണ് നോമിനേഷൻ കൊടുക്കാനുള്ളത്. ഇന്ന് രാവിലെയാണ് സ്ഥാനാർത്ഥി പറയുന്നത്. അതിപ്പോൾ മര്യാദാഹാരം കഴിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം. വയനാട് ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതെ, അല്ലെങ്കിൽ ഇതിന് മുന്നേ പ്രചരണത്തിന് ഇറങ്ങേണ്ടതാണ്. പിന്നെ ഇനി ഈ മാസം പകുതിയെ കണ്ടാകുമ്പോഴാണ് ഇലക്ഷൻ എന്ന് തോന്നുന്നു, കുറച്ച് ദിവസമേ ഉള്ളൂ ഇനി. അപ്പോൾ ഈ അവസാന നിമിഷമൊക്കെ ഇങ്ങനെ പണ്ട് നമ്മളെപ്പോഴും തമാശയ്ക്ക് പറയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റും കോൺഗ്രസിന്റെ എന്ത് അറിയിപ്പം പറഞ്ഞാൽ പാതിരാത്രി ആയിരിക്കും, പാതിരാത്രി വരുള്ളൂ. പാതിരാത്രി ഇത് വരും, ലിസ്റ്റ് വരുന്നതല്ല. അപ്പം സ്ഥാനാർത്ഥി പട്ടിക എല്ലാം വരുന്നത് ഇപ്പം മാത്രമാണ് ഇന്ന് രാവിലെ, അത് അവസാന നിമിഷം. ഈ രാഹുൽ ഗാന്ധിനെ അവിടെ നിന്ന് പിന്നെന്താണ് ഫ്ലൈറ്റ് പിടിച്ച് ഈ അവിടെ ചെന്ന് നോമിനേഷൻ കൊടുക്കുന്നവർ കോൺഗ്രസ് നേതാക്കൾ ടെൻഷനായിരുന്നിരിക്കും, എത്തി കൊടുക്കണ്ടേ ഈ സാധനം. ഒരു പ്രതികൂല കാലാവസ്ഥ കൊടുക്കാറ്റുമ്പോഴേക്ക് വന്നാൽ തീർന്നില്ലേ. അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഈ 2 മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ള പരിപാടി നമ്മുടെ നേതാക്കന്മാർ തന്നെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കാര്യം ഇനി അങ്ങനെ ചെയ്യരുത്. കാരണം ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് നമുക്ക് കരുതാം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം ഉറപ്പാണ് വയനാട്ടിൽ നിന്ന് ജയിക്കും. അങ്ങനെ അത്രയും ഉറപ്പുള്ള ഒരു സീറ്റിൽ മത്സരിച്ച് അതിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചെന്ന് വലിയ ഉറപ്പൊന്നും ഇല്ലാത്തൊരു മണ്ഡലത്തിൽ, അതും നേരത്തെ കുടുംബമണ്ഡലമായിരുന്നിടത്തുനിന്ന് മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ആത്മവിശ്വാസക്കുറവിൻ്റെ വളരെ പ്രകടമാണത് അക്കാര്യത്തിൽ. ഇത്
BJP ഫലപ്രദമായി ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താവും എന്നുള്ളതിനെ കുറിച്ചൊന്നും ആർക്കും യാതൊരു എത്തുപിടിയില്ല. കാരണം അത് വയനാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വന്ന് കഴിയുമ്പോൾ ഇത് സംബന്ധിച്ച് വലിയ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. കാരണം എവിടെ രാജിവെക്കുന്നു, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ മുന്നണിക്ക് തന്നെ ഭരണം കിട്ടി എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഓരോ സീറ്റും നിർണായകമാണ്. അവരാവശ്യപ്പെടുകയാണ് വയനാട് സീറ്റ് CPIക്ക് വേണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നിർബന്ധിതനാവേണ്ട അവസ്ഥ എത്തുന്നതിന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു അവസ്ഥ അന്ന് വരുമ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ 2 മണ്ഡലത്തിലുള്ള ഈ മത്സരം എന്നുള്ള പരിപാടി നമ്മുടെ നേതാക്കന്മാർ ഉപേക്ഷിക്കുന്നതാണ്. കാരണം അത് നമ്മൾ നികുതിദായകൻ്റെ കയ്യിൽ നിന്നാണ് ഈ പൈസ പോകുന്നത്. പിന്നെ രാഷ്ട്രീയ പാർട്ടി കോടിക്കണക്കിന് രൂപയുടെ ചിലവ് അവർക്കുണ്ട്. അതുപോലെ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ഒന്ന് പരിഹരിക്കാൻ ഇത് 2 മണ്ഡലങ്ങൾ മത്സരിക്കുന്ന പരിപാടി നടത്തുക. അത് രാഹുൽ ഗാന്ധിക്ക് എന്ത് ആണ് സംഭവിക്കാൻ പോകുക റായ്ബറേലിയിൽ എന്നുള്ളത് നമുക്ക് ജൂണിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം അറിയാം. എന്തായാലും അത് ഒരു വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നമസ്കാരം.